ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാനും ഇല്ലും സൂനിയും കൂടെ പോകുന്നത് ഖത്തറിലുള്ള ഒരു ട്രഡീഷണൽ മാർക്കറ്റായ സൂക്ക് വാക്കിഫ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ നമുക്കിനി ആദ്യം തന്നെ നമ്മൾ മെട്രോയിലേക്കാണ് പോകുന്നത്. മെട്രോ സ്റ്റേഷനിലേക്ക് പോവാണ്. അങ്ങനെ നമ്മൾ റൂമിൻ്റെ അടുത്ത് നിന്ന് ഊബർ വിളിച്ചിട്ട് മെട്രോയിൽ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ മെട്രോ സ്റ്റേഷൻ നല്ല അടിപൊളി മെട്രോ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി വീഡിയോ എല്ലാം കണ്ടപ്പോൾ. അതിൻ്റെ പുറത്തുള്ള കുറച്ച് സ്ഥലങ്ങളാട്ടോ ഇത്. അവിടെ തന്നെ നമ്മൾ ഒരു ടോർച്ച് ടവർ കാണുന്നുണ്ട്. അതിനുള്ളിൽ കയറാൻ തോന്നുന്നുണ്ട് കേട്ടോ, എനിക്കറിയില്ല കറക്റ്റ്. അപ്പോൾ ഇതാ ഇല്ലു ക്യാഷൊക്കെ കൊടുത്ത് വരുന്നുണ്ട്. നമുക്ക് മെട്രോൻ്റെ ഉള്ളിലേക്ക് കയറി. സൂനി പൂച്ചൻ്റെ ആളാ അല്ലേ സൂനി? അതിൻ്റെ കുഞ്ഞാവനെടുക്കാം നമുക്ക് അല്ലേ? സൂക്ക് വാക്കിഫിലേക്കാണ് ഗൈസ് നമ്മൾ പോകുന്നത്. മ്യൂസിയം ഓഫ് ഇസ്ലാമിക് ആർട്ട്. കുറേ ആർട്ടുകളൊക്കെ ഉണ്ട് ഇവിടെ. മെട്രോ കാണാം കേട്ടോ, നല്ല കളർഫുൾ മെട്രോ കാണാം. ഇതാണ് നമ്മളിതിലുള്ള ബാലൻസ്. നമുക്ക് ബാലൻസ് ചെയ്യാം. ഓക്കെ അല്ല ഒരു മിനിറ്റ്, അടുത്ത ഇല്ലു കനാക്കാം. എടുത്തോ സൂനും എടുത്തോ. അപ്പോൾ ഇതാ ഓടിക്കോ. നമ്മളങ്ങനെ മെട്രോൻ്റെ ഉള്ളിൽ കയറിയിട്ടോ. ഇവിടെ ഫുള്ളൊരു റെഡ് ഗോൾഡൻ മയ കേട്ടോ. നമ്മൾ ദുബായിൽ ഫുള്ള് ബ്ലൂ മയ അല്ലേ, അങ്ങനെ നമ്മളുള്ളിൽ കയറി. ഇവിടെ ഫാമിലീസിന് വേറെ ക്യാബിൻ ഉണ്ട് പിന്നെ കേട്ടോ പറഞ്ഞാൽ, പക്ഷെ നമ്മളവിടെ കയറിയിട്ടില്ല. അങ്ങനെ നമ്മൾ മെട്രോൻ്റെ ഉള്ളിൽ കൂടെ തന്നെ പോയിട്ടാണ് ഈ സൂക്ക് വാക്കിഫിൻ്റെ എൻട്രൻസിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടത്തേക്കുള്ള വഴിയാട്ടോ ഇത്. കാണുമ്പോൾ നല്ലൊരു എന്താ പറയുക, ഹോട്ടലിലൊക്കെ കയറി പോകുന്ന പോലെ ഉണ്ട്. അങ്ങനെ ഇതാ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഇത് കയറി വരുമ്പോൾ തന്നെ കാണുന്ന ബിൽഡിംഗ് ആട്ടോ ഇത്. നല്ല രസമുണ്ട്. മെട്രോന്ന് വരുന്നവരുള്ള ബിൽഡിംഗ് ആട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ ഏരിയ പെട്ടെന്ന് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ക്ലീൻ ആൻഡ് കാമായിട്ടുള്ള ഒരു ഏരിയ ആട്ടോ. കാണാൻ കുറേ ആൾക്കാർ ഉണ്ടെങ്കിലും എന്താ പറയുക, ഭയങ്കര ഒരു തിരക്കൊന്നുമില്ല. ഈ ഗോൾഡ് സൂക്കിൽ മറ്റേ ദുബായിൽ പോകുമ്പോൾ ഭയങ്കര തിരക്കൊക്കെ കാണാം. പക്ഷേ ഇതാത്താ തിരക്കൊന്നും അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. സമയം അതായതുകൊണ്ടോന്നും അറിയില്ല. നമ്മളൊരു 3:30-4 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നല്ല വെയിലുണ്ട്. നല്ല രസമുള്ള വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഖത്തറിൽ വന്നാൽ ഇവിടെ വിസിറ്റ് ചെയ്യാൻ എല്ലാവരും നോക്കുക. കുറേ ഷോപ്പുകളുണ്ട്. കുറേ പഴയ എന്താ പറയുക ട്രഡീഷണൽ സാധനങ്ങളുള്ള ഷോപ്പുകളുണ്ട്. ഇവിടെ കുറേ ബിൽഡിങ്ങൊക്കെ ഈ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ കുറേ ബിൽഡിങ്ങുകളുണ്ട് കേട്ടോ. മണ്ണിൻ്റെ ആയ കളറും ആ മണ്ണ് ചളി വെച്ചിട്ടുണ്ടാക്കിയ ബിൽഡിങ്ങില്ലേ അതുപോലെ. അങ്ങനെ ഇവിടുത്തെ ഓരോ കാഴ്ചകളും കണ്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതാ ഒരു 3 ഹോഴ്സിനെയും കൊണ്ടിട്ട് അറബികൾ ഇതാ ഇങ്ങനെ പോകുന്നുണ്ട്. അവർ വീഡിയോ ഒക്കെ നോക്കി ഹായൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് നല്ലൊരു കാണാൻ ഭയങ്കര രസമായിട്ടോ അത് കണ്ടപ്പോൾ. പിന്നെ സൂനി പൂച്ചനെ കണ്ടപ്പോൾ ഓടിപ്പോയി പൂച്ചനെ എടുത്തിട്ടുണ്ട്. അവൾ പൂച്ചൻ്റെ ആളാട്ടോ. എന്താ പ്രശ്നം? കൊന്നുകളിയാനോ? എനിക്ക് ചെറുത് വേണ്ടിയിട്ടാ പൂച്ചനെ കൊണ്ടുവിടാൻ വേണ്ടി പോവാട്ടോ. അതിൻ്റെ അമ്മ അവിടെ ഉള്ളതെന്ന് പറഞ്ഞിട്ട് ആ ക്ലീൻ ചെയ്യുന്ന ആൾ പറഞ്ഞപ്പോൾ അതിനെ കൊണ്ടുവിടാൻ പോയി. ഉണ്ട് ഭയങ്കര വിഷമം. അങ്ങനെ ആ വരുന്ന വഴിക്ക് പൂച്ചനെ കൊണ്ടിട്ട് സൂനി ഫുള്ള് പൂച്ചനെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടേനു. പിന്നെ വേറെ പൂച്ചനൊക്കെ എടുക്കാന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. പിന്നെ ഈ സൈഡിൽ കാണുന്ന ഷോപ്പുകളെല്ലാം കുറേ ഹാൻഡിക്രാഫ്റ്റ് സാധനങ്ങൾ. എനിക്കൊന്നും ഇത് കൂടുതലും ഇവിടെയുള്ള വിദേശികളായിരിക്കും കൂടുതലും അങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിക്കുക. നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളാണ്. പിന്നെ എന്താ കുറേ ക്ലോത്ത്, പിന്നെ എന്തൊക്കെയോ കുറേ സ്പൈസസ്, എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. അവിടെ കാണാൻ കുറേ സാധനങ്ങളുണ്ട്. ഈ 3 കുതിരകളെയും കൊണ്ടുപോയി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അവിടെ നിന്ന് ഇതാ ഇവിടെ നിന്നിട്ടിപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ നിന്നിരുന്നുണ്ട്. പിന്നെ ഇവിടെ അത്യാവശ്യം ഫുഡുണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ. പിന്നെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ കുറേ ക്ലോത്ത്സ് ഉണ്ട്, ഹാൻഡിക്രാഫ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ എന്താ പറയുക കുറേ പേളിൻ്റെ മാലകൾ, അങ്ങനെ പല സാധനങ്ങളുള്ള കുറേ ഷോപ്പുകളുണ്ട്. പിന്നെ കുറേ പെറ്റ്സിൻ്റെ ഷോപ്പുകളുണ്ട്. ഉള്ളോട്ടേക്കുള്ള വീഡിയോ ഒന്നും ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല. പിന്നെ അവിടെ നമ്മൾ പുറത്ത് കാണുന്ന ഒരു സ്ഥലമാട്ടോ ഇത്. ഈ ഒട്ടകത്തിൻ്റെ പുറത്തും കുതിരേൻ്റെ പുറത്തൊക്കെ കയറാം. കുതിരയല്ല, വേറെ കുതിരേൻ്റെ എല്ലാം പുറത്ത് കയറാൻ പൈസ ഉണ്ട്. ചെറിയ മക്കളൊക്കെ കയറുന്ന കണ്ടിട്ടുണ്ടേനു.
പിന്നെ ഫുഡൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഈ പക്ഷികൾ പറക്കും. പക്ഷേ എന്നാലും പറക്കണില്ല. നമ്മൾ കുറേ ശ്രമിച്ച് അവസാനം എല്ലാം കൂടെ ഫുഡ് പുറത്തിട്ട് കൊടുത്തപ്പോഴാണ് ഈ പക്ഷികൾ പുറത്ത് വന്നപ്പോൾ ഞാനും സൂനിയും കുറേ അതിൻ്റെ കൂടെ ഇങ്ങനെ കളിച്ച് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നല്ല രസമുണ്ട് കേട്ടോ. ഈ ഒരു ഏരിയ നല്ല ഭംഗിയുള്ള സ്ഥലം. അവിടെ കുറേ നേരം കളിച്ചിട്ടുണ്ടേനും. പിന്നെ അല്ലാണ്ട് എന്താ അതിൻ്റെ ഇപ്പുറം തന്നെയുള്ള ഒരു കിണറാട്ടോ. ഇത് പ്രാവൊക്കെ വെള്ളം കുടിക്കുന്ന നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഞാൻ അതും കണ്ട് കുറേ നേരം നിന്നിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പേഴ്സണലി എനിക്കത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാനത് പിന്നെ പറയുന്നത്. ഇതാട്ടോ ഈ കിണറിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അതെങ്ങനെയാണ് വെള്ളം വരുന്നത് അതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടില്ലേ. അതെനിക്ക് മനസ്സിലായില്ല അതെങ്ങനെയാണെന്നുള്ളത്. എന്തായാലും നല്ല ഉണ്ട്. അവിടെ നിന്ന് കുറേ ആൾക്കാർ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അതാ കണ്ടോ അതിൻ്റെ ഉള്ളിൽ ലൈറ്റൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറം തന്നെ ഈ പരുന്ത് കണ്ടോ, കണ്ണൊക്കെ അടച്ച് വെച്ചിട്ടുണ്ട്. അതും എനിക്കൊന്ന് പൈസ കൊടുത്തിട്ട് നമ്മളെ കൈൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് ഫോട്ടോ ഒക്കെ എടുക്കാനുള്ളതായിരിക്കും. ഇതാണ് അൽഫനാർ മസ്ജിദ്. ഇതും നല്ല രസമുണ്ട് അവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട്. എല്ലാ ആ പ്രാവും ആ പക്ഷികളെല്ലാം ഇടയിൽ നിന്നായ മോസ്ക് കാണാൻ നല്ല രസമുണ്ട്. അങ്ങനെ അവിടെ നമ്മൾ സൈഡിലേക്ക് പോയി. അവിടെ ഇതായില്ലും സൂനി നിൽക്കുന്നുണ്ട്. അവിടെ കുറച്ച് ഒരു 3 കുതിരകളുണ്ട്, ചെറിയ ഹൈറ്റ് അധികം ഇല്ലാത്ത. പിന്നെ ഇത് നമ്മൾ പിന്നെ വേറൊരു മെട്രോ ഇറങ്ങിയിട്ട് വേറൊരു സൈഡിൽ നിന്ന് കയറുന്നൊരു ഭാഗം കേട്ടോ. ആ ഭാഗത്തൂടെ വരുമ്പോഴാണ് ഈ മെസൊപ്പൊട്ടാമിയൻ കുസിൻ കാണുന്നത്. അപ്പോൾ അതും നല്ലൊരു രസമുള്ളൊരു ബിൽഡിങ് കേട്ടോ, ഒരു റെസ്റ്റോറൻറ്റ് പോലെ തന്നെ. ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ മെല്ലെ അങ്ങോട്ടേക്ക് നടക്കുമ്പോൾ കാണുന്ന കുറച്ച് റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഇത്. പിന്നെ ഈ സൂക്കിൻ്റെ ഒരു മെയിൻ അട്രാക്ഷനാണ് നമ്മൾ ആ കാണുന്നത്. തമ്പ് ഫിംഗർ, ഗോൾഡൻ തമ്പ് ഫിംഗറിൽ വരുന്ന ആ ഒരു സ്റ്റാച്യു. നല്ല രസമുണ്ട് കേട്ടോ അത് കാണാൻ. അതിനെ ഒറ്റയ്ക്ക് വീഡിയോ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് ആയിരിക്കും. കാരണം ഫുൾ ആൾക്കാർ അതിനെ ചുറ്റിനും. അങ്ങനെ നമ്മൾ കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് മുന്നോട്ടേക്ക് വീണ്ടും നടന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഏകദേശം മഗ്‌രിബ് ബാങ്ക് കൊടുത്തൊരു സമയമായിരുന്നു. അങ്ങനെ നമ്മളവിടെ പള്ളിയും ഒക്കെ കണ്ടുപിടിച്ച്. പക്ഷേങ്കിൽ ലേഡീസിനുള്ള നിസ്കരിക്കുന്ന സ്ഥലവും അവിടെ തന്നെ ഉണ്ട് കേട്ടോ ആ സൈഡിൽ. എനിക്ക് ഇവിടെ വന്നപ്പോൾ എന്താ പറയുക ഭയങ്കര ഡിഫറൻസ് തോന്നി. ഇവിടെയുള്ള ആൾക്കാരെ ഇവിടെ ഉള്ളൂ, അല്ലാണ്ട് കൂടുതൽ മലയാളികളെയോ ഫിലിപ്പീൻസിനെയോ പാകിസ്ഥാനികളെയോ ഒന്നും കാണുന്നില്ല. മെട്രോയിൽ കയറിയാലായാലും അല്ലാണ്ട് നോർമലി നമ്മൾ നടക്കുന്ന ഏരിയയിലായാലും എനിക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. എനിക്ക് ഇവിടെയുള്ള കുറേ അറബികളും കുറേ പർദ്ദട്ടെടുക്കുന്ന അറബി പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ തന്നെയാണ് ഞാൻ കുറേ കണ്ടത് കേട്ടോ. ഇതെന്താ എനിക്കറിയില്ല, നല്ല രസമുള്ള ഒരു ബിൽഡിങ് കണ്ടപ്പോൾ ഞാൻ എടുത്തിട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വേറെ ഒരു സൈഡിലേക്ക് പോയിട്ട് അവിടെയുള്ള ഒരു ചെറിയ ബോട്ടിൽ കയറി. ബോട്ടിൽ ഒരു 20 മിനിറ്റ്സാണ് ഇവർ പറയുന്നത്. നമ്മൾ പൈസ ചാർജ് കൊടുത്തത് 10 റിയാലാട്ടോ. അവർ 40 വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മളത് അവസാനം അത് ഒരാൾക്ക് 10 റിയാലാക്കി. അങ്ങനെ ഞാനും സൂനിയും ഇല്ലും കൂടെ അതിൽ കയറി. ഈ കാണുന്ന ഈ ലൈറ്റ്സ് ഇട്ട ഈ ഒരു ഫുൾ ബിൽഡിംഗ് ഉള്ള ഏരിയ കാണാൻ നമ്മൾ കോർണിഷ് പറയുന്നത്. ഇപ്പോൾ ഈ കാണുന്നതാണ് ഫിഫ വേൾഡ് കപ്പിൻ്റെ എംബ്ലം കേട്ടോ. അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാൻ പോവാണ്. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേറൊരു ഖത്തർ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.